നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സാധാരണ ആളുകളിൽ കാണുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. സാധാരണ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്താണെന്നാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് അവര് 80% ആളുകളും അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താൻ ഏറ്റവും ലേറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കിയാൽ അറിയാം പല ആളുകളുടെയും കയ്യിൽ അവർക്ക് ഇൻകം വരുന്നുണ്ട്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ പൈസ ഏത് വഴിക്ക് പോയി എന്ന് അറിയില്ല. പിന്നെ ഒന്നിനും കയ്യിൽ കാശില്ല. അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട് അല്ലെങ്കിൽ പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത് ഒരു ലക്ഷ്യമായിട്ട് സെറ്റ് ചെയ്യാനോ അതിലേക്ക് വർക്ക് ചെയ്യാനോ അവർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ അവർ ചെയ്യുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ അവർ വല്ലാതെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നു. എത്ര പണം കിട്ടിയാലും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ മാറുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഒന്നിനൊന്നിനും തികയാതെ വരുന്നു. ഈ ഒരു കാരണങ്ങളാണ്. അപ്പൊ പല ആളുകളും ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താനായിട്ട് എത്രത്തോളം വൈകിയാണ് ചെയ്യാൻ പറ്റുക അത്രത്തോളം വൈകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് തോന്നാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് തുടങ്ങേണ്ടത് എന്ന് നമ്മൾ ആദ്യമായിട്ട് ഇൻകം ഏൺ ചെയ്യുന്നു അന്ന് മുതൽ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് വേണ്ടി ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തി നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളതാണ് സത്യം. പക്ഷെ പല ആളുകളും വിചാരിക്കുക ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവര് എത്ര പേരുണ്ടെന്ന് കണക്കാക്കിയാൽ ഒരു 80% ആളുകളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരൊരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തുമ്പോഴത്തേക്കും വല്ലാതെ ഫിനാൻഷ്യലായിട്ട് സ്ട്രഗിൾ ചെയ്യും. മറ്റുള്ളവരെ മുന്നിൽ കൈനീട്ടേണ്ടി വരും. അല്ലെങ്കിൽ ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരും. ഇതും അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ പോയി കഴിയേണ്ടി വരും. കാരണം അവരുടെ കയ്യിൽ പണമില്ലാതെ വരും. അവരതിനു വേണ്ട യാതൊരു പ്ലാനിങ്ങും നടത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഏൺ ചെയ്യുന്ന സമയത്തൊക്കെ പലരും പറയുന്നുണ്ടാവാം, പല അഡ്വൈസേഴ്സിനും കാണുന്നുണ്ടാവാം. അവര് പറയുന്നുണ്ടാവാം നിങ്ങൾ ഇപ്പോഴേ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തണം. നിങ്ങൾക്ക് ഒരു റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി ഇപ്പോഴേ പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവര് വിചാരിക്കുന്നത് റിട്ടയർമെന്റ് ലൈഫല്ലേ, അത് റിട്ടയർ ആവുമ്പോഴല്ലേ ചെയ്യേണ്ടത്. പക്ഷെ പല ആളുകളും റിട്ടയർഡ് ആയിട്ട് ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി നോക്കാം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. അപ്പൊ അവർ എത്രത്തോളം ലേറ്റ് ആക്കുന്നു അത്രത്തോളം ലേറ്റ് ആക്കുന്നത് കൊണ്ട് തന്നെ അവർ ആ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലേക്കാണ് അവര് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇൻകത്തിനെ അല്ലെങ്കിൽ ഒരു സേവിങ്സിനെ, അതും അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ. പല ആളുകളും പല പാരന്റ്സും പറയുന്നിട്ടുണ്ട് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് അവർക്കൊക്കെ ജോലിയായി ഇനി അവര് ഞങ്ങളെ നോക്കട്ടെ എന്ന്. ഒരിക്കലും കുട്ടികൾ നമ്മുടെ റിട്ടയർമെന്റ് പ്ലാൻ ആകരുത്. കാരണം ഇന്ന് നമുക്ക് നോക്കിയാൽ അറിയാം പണ്ടത്തെ കാലത്തെ പോലെയല്ല. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിട്ടും വീട്ടിൽ തന്നെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നവരാണ് അധികം ആളുകൾ. ഇന്ന് അങ്ങനെയല്ല. കുട്ടികളൊക്കെ ഒരു +2 ഒക്കെ ആകുമ്പോഴത്തേക്കും പുറം നാട്ടിലേക്ക് പോയി പഠിക്കാനും അവിടെ തന്നെ ജോലി നേടി സെറ്റിൽ ആവാനും ഒക്കെ തയ്യാറാകുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുട്ടികളെ നോക്കി അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ നോക്കും എന്ന പ്ലാനിങ്ങിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അവരുടേതായ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ വന്ന് നോക്കാനോ നമുക്കെന്തെങ്കിലും തരാനോ അതൊന്നിനും അവർക്ക് സാധിച്ചെന്ന് വരില്ല. അതാരെയും കുറ്റം പറയാൻ സാധിക്കില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ എത്ര തവണ പോയി കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ജീവിത തിരക്കിനിടയിൽ ചിലപ്പോൾ കാണാൻ പോലും സാധിക്കുന്നില്ല ഫോണിൽ. ഇന്നിപ്പോ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വിളിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുന്ന സമയത്ത് ഓടി ചെല്ലുന്നുണ്ടാവാം, സഹായിക്കുന്നുണ്ടാവും. അതിലപ്പുറം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ നാളെ ലോകം പിന്നെയും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ അവരുടേതായ ജീവിതവുമായി അവരുടെ പ്രാരാബ്ദങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നമ്മളെ വന്ന് നോക്കാനോ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാനോ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ അവരുടെ ജീവിത ചെലവ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തരാൻ പോലും സാധിച്ചെന്ന് വരില്ല. പക്ഷെ നമ്മൾ അത് പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവതാളത്തിലാകും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക, നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു ഫോർമുല. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിന് മാത്രം ആശ്രയിക്കാതെ മക്കളെ മാത്രം ആശ്രയിക്കാതെ, അല്ലെങ്കിൽ ചിലര് PF ഉണ്ട് എന്ന് പറയും. പക്ഷെ PF-ൽ നിന്ന് കിട്ടുന്ന തുക എന്ന് പറയുന്നത് നമ്മളുടെ ഇനിയുള്ള കാലത്തേക്ക് നമുക്കത് മതിയാകുമോ എന്നുള്ളത് വളരെയധികം സംശയിക്കേണ്ട ഒന്നാണ്. ആ ഒരു ചെറിയൊരു തുക കൊണ്ട് നമുക്ക് ഇനിയുള്ള കാലം ജീവിക്കാൻ സാധിക്കില്ല. കാരണം മണി ഇൻഫ്ലേഷൻ ഒക്കെ വരുമ്പോൾ അത് പോരാതെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പല വിധത്തിലുള്ള സ്കീമുകൾ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പല ആളുകളും ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ
ഒരു പല രീതിയിലുള്ള പോർട്ട്ഫോളിയോയും ഒക്കെ ഇൻഷുറൻസ് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടാവാം. പക്ഷെ അതെല്ലാം അവര് കണ്ണടച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ണ് തുറന്ന് കണ്ടോ മനസ്സിലാക്കിയോ അല്ല ചെയ്യുന്നത്. ബ്ലൈൻഡ്ലി ആണ് അവരത് വാങ്ങുന്നത്. മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജന്റിന്റെ സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ കൂട്ടുകാരൻ എടുത്തു എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇന്നത് നല്ലതാണെന്ന് പറയുന്ന ഒരു പരസ്യം കണ്ടിട്ടോ ഇങ്ങനെയൊക്കെയാണ് പല ആളുകളും ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത്. പക്ഷെ സ്വന്തമായിട്ട് അവനവന് ആവശ്യമുള്ള ഫണ്ടാണോ അല്ലെങ്കിൽ അവനവന് ആവശ്യമുള്ള സ്കീമിലേക്കാണോ ചേരുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നമുക്കത് ഉതകും എന്നറിയില്ല. കുറച്ച് നാൾ അടച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകും, അത് ഉപേക്ഷിക്കും, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കോ ഒന്നും എത്താതെ പോകുന്നത്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫണ്ട് നമ്മുടെ ഗോളിനനുസരിച്ചുള്ള ഫണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ ഒരു പ്ലാനിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നാലാമത്തെ പോയിന്റ് നമ്മൾക്ക് ഉണ്ടാവുന്ന ഇൻകത്തിനെയും അല്ലെങ്കിൽ എക്സ്പെൻസിനെയും ഒന്നും തന്നെ ട്രാക്ക് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. കാശ് കിട്ടുന്നു, അത് ഏതെങ്കിലും വഴിക്കൊക്കെ ചെലവാക്കുന്നു, വീണ്ടും നമ്മൾ പണിക്ക് പോകുന്നു, കാശ് കിട്ടുന്നു, ഏതെങ്കിലും വഴിക്ക് ചെലവാക്കുന്നു, തികയാതെ വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങുന്നു, എവിടെന്നെങ്കിലും ലോൺ എടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് അത് അടച്ചു തീർക്കാൻ വേണ്ടി പണിയെടുക്കുന്നു. ഇങ്ങനെ ഒഴുകി ഒഴുകി പോവാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ട്രാക്ക് ചെയ്യുന്നില്ല. എത്ര രൂപ നമ്മളിലേക്ക് വരുന്നു, എത്ര രൂപ നമ്മൾ ചെലവാക്കുന്നു, എവിടെ നമ്മൾ പാഴാക്കി കളയുന്നു, എവിടെയാണ് നമ്മുടെ പണം ലീക്ക് ചെയ്ത് പോകുന്നത്, ഇതൊന്നും ട്രാക്ക് ചെയ്യാതെയാണ് പലരും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് എത്ര കയ്യിൽ നമുക്ക് ഇനി എത്ര ആവശ്യമുണ്ട്, കയ്യിൽ പണമുണ്ടോ, നമുക്ക് നാളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിന് തികയുമോ, ഇതൊന്നും അറിയാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഈ ഒരു മിസ്റ്റേക്കിലൂടെ പോയി കഴിയുമ്പോൾ വലിയൊരു കടക്കെണിയിലേക്കാണ് അവസാനം ചെന്ന് വീഴുന്നത്. അപ്പൊ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ ഇൻകത്തിനെയും എക്സ്പെൻസിനെയും എല്ലാം ട്രാക്ക് ചെയ്യണം. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെങ്ങനെ ട്രാക്ക് ചെയ്യാം, അതില് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നൊക്കെയുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടാല് നിങ്ങൾക്ക് അതിനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ആ എക്സ്പെൻസിനെ ഇൻകത്തിനെയൊക്കെ ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അനാവശ്യമായ എക്സ്പെൻസ് ഒക്കെ ഒഴിവാക്കാനും ആവശ്യമുള്ളിടത്ത് മാത്രം ഫോക്കസ് ചെയ്യാനും കുറച്ച് എമൗണ്ട് മിച്ചം വെക്കാനും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പല ആളുകൾക്കും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതായത് അവർക്ക് യാതൊരുവിധ ഒരു എമർജൻസി ഫണ്ട് പോലും അവർ സ്വരൂപിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജോലി നഷ്ടമാവുക അല്ലെങ്കിൽ കുറച്ചാളത്തെ ജോലി പോകാൻ പറ്റാതെ ഇരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഒരു ഇൻകത്തിന് ഒരു ബാക്കപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കുടുംബത്തിലെ ബാക്കി ആളുകളുടെ ജീവിതവും സ്വന്തം ജീവിതവും എല്ലാം അവതാളത്തിലാവും. കുട്ടികളുടെ പഠനം വരെ ചിലപ്പം മുടങ്ങി പോകാനുള്ള ചാൻസ് വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ബാക്കപ്പ് ഇല്ലാതെ പോകും. നമ്മൾ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിക്കേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു അൺസർട്ടനിറ്റി വന്നാലും ഒരു 6 മാസമെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മണി ബാക്കപ്പ് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കണം. ആറാമത്തെ പോയിന്റ്, പല ആളുകളും എന്താ ഫിയർ ചെയ്യുവാണ് അല്ലെങ്കിൽ പേടിക്കുകയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം അവർക്ക് ആ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചോ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പാണോ ഇതൊന്നും അറിയില്ല. കാരണം ഒരു ഫിനാൻഷ്യൽ നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനും ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കോ ഒരു ഇൻഷുറൻസിലേക്കോ ഒക്കെ പണം നിക്ഷേപിക്കാനായിട്ട് മടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മ കൊണ്ട് അവരതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ കിട്ടേണ്ട പ്രൊട്ടക്ഷൻ, അവരുടെ കുടുംബത്തിന് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു മണി ബാക്കപ്പ് ഇതെല്ലാം എല്ലാമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നോളജോട് കൂടി ആവശ്യമുള്ള കാര്യങ്ങളിൽ അറിവെടുത്തുകൊണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റിയോട് കൂടി അതിനകത്തേക്ക് നമുക്ക് ആക്ഷൻ എടുക്കാനും നമ്മളുടെ ലൈഫിനെയും നമ്മുടെ ഫാമിലിയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലേതെങ്കിലും നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട ഉപദേശം എടുത്തുകൊണ്ട് അത് നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. ഒപ്പം കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ഒരു ഷെയറിങ് ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു ഉപകാരമായി മാറിയേക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ടേക്ക് കെയർ.